ഹായ് ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലത്തെ വീഡിയോ ആണ് ഇങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നും ഷോർട്ട് വീഡിയോ ആണല്ലോ ഇടുക. അപ്പോൾ ഇന്ന് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും രാവിലെ തിരക്കിലായിരിക്കും എന്നറിയാം. അപ്പോൾ ഞാനും കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ചായ വെച്ചിട്ടുണ്ട്. പാല് മേടിച്ച് കൊടുത്തതിന് ശേഷം ഇപ്പുറത്തെ ഒരു സ്റ്റവിൻ്റെ മുകളിൽ ചോറിനുള്ള വെള്ളം വെച്ച് ഒരു സ്റ്റവിൻ്റെ മുകളിൽ ഇഡ്ഡലിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലിയുടെ മാവ് തട്ടിൽ ഒഴിച്ചിട്ട് വെക്കാം. തട്ടിൽ വെളിച്ചെണ്ണ ഒക്കെ പരത്തിയിട്ട് തട്ടിലേക്ക് ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഓട്ടമുണ്ട് 9 മണിക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ രാവിലത്തെ ചോറ് ആക്കിയിട്ട് ഇറക്കി വെച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഒരുവിധം പരിപാടി കഴിഞ്ഞു. പിന്നെ ഓട്ടം ലോങ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്തെങ്കിലും കറികളൊക്കെ ഒപ്പിക്കും. അതല്ല ചെറിയ ഓട്ടമാണെന്നുണ്ടെങ്കിൽ വന്നിട്ടാണ് കറികളൊക്കെ വെക്കുക. അപ്പോൾ ഇന്ന് മീൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കറി വയ്ക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് മീൻ വാങ്ങാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ചായ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കൊരു ചായയൊക്കെ കൊണ്ടു കൊടുത്തതിന് ശേഷം നല്ല വെള്ളം പിടിച്ചു. അപ്പോൾ മോട്ടർ ഇട്ടിട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ പിടിച്ചു വെച്ചു. അപ്പോൾ കുപ്പിയൊക്കെ കഴുകിയിട്ട് അതിലൊക്കെ വെള്ളം നിറച്ചു വെച്ചു കേട്ടോ. അതിന് ശേഷം ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഞാൻ അവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചു. തട്ടുന്ന നമുക്ക് ചൂടാറിയല്ലേ വേഗം കിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ചോറ് പകുതി കുറച്ച് നേരം തിളച്ചതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം. അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ തേങ്ങയും പൊട്ടുകടലയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വറ്റൽമുളക് എരിവിനനുസരിച്ചിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ടാണ് ഞാൻ ചട്നി ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിലവർ ഇങ്ങനെ ഉണ്ടാക്കണവരുണ്ടാവും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കടുകും കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് നമുക്ക് ചട്നിയുടെ തേങ്ങ അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ തിളപ്പിക്കൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഇഡ്ഡലിയൊക്കെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആദ്യം ചായ കുടിച്ച് ചോറ് തിളയ്ക്കുന്ന നേരം കൊണ്ട് പോയിട്ട് ചായ കുടിച്ചിട്ട് നിൽക്കാം. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇക്കാനെ വിളിച്ചു. മോള് വന്നിട്ടുണ്ട്. മോള് ഇരുന്നില്ല കേട്ടോ, ഞങ്ങളുടെ പേരക്കുട്ടി ഇരുന്നു. അപ്പോൾ ഇനിക്കുട്ടീനെ ഇരുത്തിയിട്ട് അവൾക്കും ഇഡ്ഡലി നുള്ളിയിട്ട് കൊടുത്തു. അവൾക്ക് ചട്നി വേണം പറഞ്ഞിട്ട് ഞാൻ ഒറ്റ ചട്നി വെച്ച് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഞാനൊക്കെ ഇങ്ങോട്ടിട്ട് ഒന്ന് ചായ കുടിച്ച് നിൽക്കട്ടെ. അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് മേശൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം സിറ്റ് ഔട്ടും ഒന്ന് അടിച്ച് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം ടൈം നോക്കിയിട്ടാണ് കേട്ടോ, വേഗം ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോൾ അതിനോട് സിറ്റ് ഔട്ട് തുടച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലീൻ ആയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലായിടും ഒന്ന് അടിച്ചു വാരിട്ടു. സിറ്റ് ഔട്ട് മാത്രമാണ് ഞാനൊന്ന് തുടച്ചത്. അതിന് ശേഷം ചെടികളൊക്കെ ഒന്ന് മാറ്റി, ചെടികളൊക്കെ ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കട്ടെ. അതിൻ്റെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല, നനച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് എപ്പോഴെങ്കിലും ആഴ്ചയിലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുള്ളൂ. നമ്മൾ പുറത്ത് വെക്കാത്ത ചെടികളല്ലേ, അപ്പോൾ അധികം വെയിലൊന്നും കൊള്ളണില്ലല്ലോ. അപ്പോൾ അത് കാരണം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തു. അതിന് ശേഷം സിറ്റ് ഔട്ടൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തു. ഇന്നും തുടയ്ക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഒരു വട്ടായിട്ട് തുടച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഓട്ടം പറഞ്ഞ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ മോള് വരാൻ വേണ്ടിയിട്ട് കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അവളെന്നോട് ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം പോയിട്ട് ഓട്ടം പോയിട്ട് വരാം. അപ്പോൾ ഓട്ടം പോയി വരുന്ന നേരത്തിന് മീനും കൂടി വാങ്ങിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ പോണത്. ഞാൻ പോയ സമയം കൊണ്ട് ഉമ്മയും മകളൊക്കെ കൂടിയിട്ട് വീടൊക്കെ മൊത്തം ക്ലീൻ ആക്കിയേക്കുന്നു കേട്ടോ, തുടക്കലും അടിക്കലും ഒക്കെ. അപ്പോൾ ഉമ്മയുടെ കൂടെ പേരക്കുട്ടിയും കൂടിയിട്ടുണ്ട് കേട്ടോ അടിച്ചു വരാനൊക്കെ. അപ്പോൾ ഞാൻ ഇനി വന്നതിന് ശേഷം ചോറ് റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് വാർത്ത് വെച്ചു. അപ്പോൾ മീൻ ഞാൻ ഒരു തളയും വാങ്ങിയിട്ടുണ്ടായിരുന്നു, അയില വാങ്ങി, കുറച്ച് മാന്തളും വാങ്ങി. അപ്പോൾ എല്ലാതും കുറേശ്ശെ കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് അവിടെ സിങ്കിൽ തട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കറി വെക്കാം, മീൻ കറി വെക്കേണ്ട പറഞ്ഞു മോള്. അപ്പോൾ ഞാൻ ഇന്നൊരു പാവയ്ക്ക പുളിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. തീയൽ വെക്കണ പോലെ പാവയ്ക്ക വെക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് വിശദീകരിച്ചൊന്നും പറയണില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കറി. മോൾക്കൊന്നും കയ്പക്ക കറി ഇഷ്ടമില്ലാത്തതാണ്, മോൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ശരിക്കും നമുക്കിത് നന്നായി വറ്റിച്ച് അച്ചാറ് പോലെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിന് ശേഷം മീനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഞാൻ ഒരു തളേനെ വാങ്ങി, എനിക്ക് തളേനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഒരു തളയും മാത്രമേ വാങ്ങിയുള്ളൂ. അപ്പോൾ അതും മാന്തളും കൂടിയിട്ട് മസാല വരട്ടി വെച്ചു.
അയിലും കുറച്ച് മാന്തലും കൂടി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അങ്ങനെ ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും മോളും കൂടിയിട്ട് ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോയി. അവൾക്ക് ഉണ്ണിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ആ കുട കണ്ടപ്പോൾ അതിൻ്റെ മുകളിൽ നടക്കായിരുന്നിട്ട് ആ കുട ചൂടിയിട്ട്. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.